സുഹൃത്തുക്കളെ നമസ്കാരം. വിന്നേഴ്സ് ഓൺലൈൻ ഹണി അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഭിമന്യു ചാലക്കുടി. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഭാഗം 1 തേൻ ക്രിസ്റ്റൽ രൂപത്തിലാകുന്നത് എന്തുകൊണ്ട്, ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് പുതിയതായിട്ട് ഭാഗം 2 നമുക്ക് പഠിക്കാം. തേൻ പത വരുന്നത് എന്തുകൊണ്ട്. നമുക്ക് അപൂർവം ചില ആളുകൾക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. തേൻ പതഞ്ഞു പോകുന്നു, ഓരോന്നോരായിട്ട് വരാം. ചിലപ്പോൾ ഒരു ബാഡ് സ്മെല്ലുണ്ടാവാം. അങ്ങനെ പല രൂപത്തിൽ നമുക്ക് അനുഭവപ്പെടാം. ഇതിന് 1-2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, തേനിൽ സിറപ്പ് പോലുള്ള എന്തെങ്കിലും മായം കലർന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തേൻ കേടാവാം, പതഞ്ഞു വരാം, പതങ്ങളൊക്കെ വരാം. ബോട്ടിലേക്ക് ചേർത്ത് വരാം. ചില്ല് ബോട്ടിലേക്കാണെങ്കിൽ ചില്ല് ബോട്ടിൽ പൊട്ടിത്തെറിക്കാം. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവാം. രണ്ടാമതായിട്ട് ഭയങ്കരമായിട്ട് ഷേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ തേനിരിക്കുന്ന ബോട്ടിൽ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പതകൾ നൊരകൾ വരാം. മൂന്നാമത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തേനിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അളവ് കൂടിയാലും ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാവാം. കാരണം വെള്ളം തേനിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിലിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ആ ബോട്ടിലിൽ കഴുകിയ ബോട്ടിലാണെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇതേപോലെ സംഭവിക്കാം. അല്ലെങ്കിൽ നമ്മൾ തേൻ പകർന്നെടുക്കുമ്പോൾ സ്പൂൺ ഉപയോഗിച്ച് തേനിലിട്ടിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ സംഭവിക്കാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് തേൻ പതഞ്ഞു വരുന്നത് കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഇത്തരത്തിലുള്ള അവസ്ഥ വന്നു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആരും തേൻ ഉപയോഗിക്കാതിരിക്കുക. തേൻ എപ്പോഴും ഒരു ഡ്രൈ അവസ്ഥയിലുള്ള അന്തരീക്ഷത്തിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ ഒരു പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.